NAS എക്കണോമിക്സ് 318 മാർക്കറ്റ് കോമ്പറ്റീഷനുമായി ബന്ധപ്പെട്ട ചാപ്റ്ററിലാണ് ആശയങ്ങളാണ് പറഞ്ഞിരുന്നത്. തുടർച്ച. മാർക്കറ്റ് എന്താണ്? ഡിഫൈൻ മാർക്കറ്റ് ഓർ വാട്ട് ഈസ് എ മാർക്കറ്റ്? ഇറ്റ് ഈസ് എ കൈൻഡ് ഓഫ് അറേഞ്ച്മെന്റ് in a given area whereby the buyers and sellers come in contact with each other directly or indirectly to buy or sell goods. ഗുഡ്സിന്റെ വാങ്ങലിന് വേണ്ടി അല്ലെങ്കിൽ വിൽക്കലിന് വേണ്ടി വിൽപ്പനക്കാരും വാങ്ങുന്നവരും ഒരുമിച്ച് നേരിട്ട് ബന്ധപ്പെടുന്ന ഒരിടമാണ്. അത് വിർച്വൽ മാർക്കറ്റ് ആവാം, ഫിസിക്കൽ സ്റ്റോർ ആവാം, എന്തുവാവാം. മാർക്കറ്റ് സ്ട്രക്ചർ എന്താണ് എന്നതാണ് മറ്റൊരു ചോദ്യം. Market structure refers to the way industries are categorized on the basis of its nature and degree of competition. ബിസിനസ് സ്ഥാപനങ്ങൾ അഥവാ വ്യവസായങ്ങൾ അതിന്റെ മത്സരത്തിൽ, ആ വ്യവസായത്തിൽ എത്രമാത്രം മത്സരമുണ്ട്, അതിന്റെ ആ കാഠിന്യം, അതിന്റെ ഡിഗ്രി, അതിന്റെ ടഫ്നെസ് അനുസരിച്ച് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ഒട്ടും മത്സരം ഇല്ലാത്ത ഒരു മാർക്കറ്റ് സിറ്റുവേഷൻ ആണ് മൊണോപ്പൊളി. ഒത്തിരി മത്സരമുള്ള മാർക്കറ്റ് സിറ്റുവേഷനെയാണ് നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. ഈ രണ്ട് എക്സ്ട്രീംസിനിടയിൽ ഒളിഗോപ്പൊളിയും ഡിയോപ്പൊളിയും ഒക്കെ നമുക്ക് കാണാനും സാധിക്കും. സോ ആ ഡിഗ്രി ഓഫ് കോമ്പറ്റീഷൻ ആ വ്യവസായത്തിൽ തന്നെയുള്ള, ആ ഇൻഡസ്ട്രിയിൽ തന്നെയുള്ള, ടെക്സ്റ്റൈൽ എന്നതൊരു ഇൻഡസ്ട്രി ആണെങ്കിൽ ആ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിലുള്ള മുഴുവൻ ഫേംസും ഏത് രീതിയിലാണ്, ഒളിഗോപ്പൊളി ആണോ, മൊണോപ്പൊളി ആണോ, അല്ലെങ്കിൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണോ, ഏത് ടൈപ്പ് ഓഫ് കോമ്പറ്റീഷനിലാണ് എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാർക്കറ്റ് സ്ട്രക്ചറിനെ നമുക്ക് പറയാം, എക്സ്പ്ലെയിൻ ചെയ്യാം. അവിടുത്തെ ഗുഡ്സും സർവീസസിന്റെയും കാര്യത്തില് നേച്ചർ എന്താണ് എന്നതിന്റെ അടിസ്ഥാനത്തിലും നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. ഹോമോജിനിയസ് പ്രോഡക്റ്റ് ആണോ, സിമിലർ നേച്ചറിലുള്ള പ്രോഡക്റ്റ് ആണോ, അല്ലെങ്കിൽ ഡിഫറൻഷിയേഷൻ ഉള്ള, വ്യത്യാസങ്ങളുള്ള പ്രോഡക്റ്റ് ആണോ അവർ ഹാൻഡിൽ ചെയ്യുന്നത്. അവിടുത്തെ ഗുഡ്സിന്റെയും സർവീസസിന്റെയും നേച്ചറിന്റെ ബേസിസിലും ഒക്കെ നമുക്ക് മാർക്കറ്റിന്റെ സ്ട്രക്ചറിനെ തിരിക്കാൻ സാധിക്കും, കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഓൾസോ ഡിസ്ക്രൈബ്സ്, മാർക്കറ്റ് സ്ട്രക്ചർ മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. ദ എൻവയോൺമെന്റ് ഇൻ വിച്ച് ബിസിനസ് ഓപ്പറേറ്റ് ആൻഡ് ദ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദർ ഓപ്പറേഷൻസ്. ബിസിനസ് സ്ട്രക്ചർ, ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആ എൻവയോൺമെന്റിനെയും അതുപോലെ തന്നെ അവിടുത്തെ മാർക്കറ്റിലെ പ്രവർത്തനങ്ങളെ അഫക്ട് ചെയ്യുന്ന മറ്റ് ഫാക്ടേഴ്സിനെയും കൂടി അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സോ ഇതാണ് മാർക്കറ്റ് സ്ട്രക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്ന മറ്റൊരു കാര്യം. ഏതാണ്? ഒരു കാര്യം ഇതാണ്, എത്ര നമ്പർ ഓഫ് സെല്ലേഴ്സ് ഉണ്ട്, കോമ്പറ്റീഷൻ എത്ര ടഫാണ്, നേച്ചർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ദാറ്റ് ദേ ഹാൻഡിൽ ഓർ ഡീൽ വിത്ത്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം, അവിടുത്തെ മാർക്കറ്റിന്റെ, ബിസിനസ് ഓപ്പറേറ്റ് ചെയ്യുന്ന മാർക്കറ്റിലെ ബിസിനസ് ഓപ്പറേഷനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്, അതിന്റെ ബേസിലും മാർക്കറ്റ് സ്ട്രക്ചർ നമുക്ക് പറയാൻ സാധിക്കും. സോ മാർക്കറ്റിന്റെ ഫീച്ചേഴ്സ് എന്താണ് എന്നാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കിയത്. നമുക്കറിയാം, മാർക്കറ്റിലെ ബയേഴ്സും സെല്ലേഴ്സും വേണം, അവിടെ ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരിക്കണം, ബയേഴ്സും സെല്ലേഴ്സും ഇന്ററാക്ട് ചെയ്യണം, അവർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കരുത്. മാർക്കറ്റിന്റെ ക്യാഷ് അഥവാ മണി മോണിറ്ററി ടേംസിലായിരിക്കും ഇതിന്റെ മാർക്കറ്റിന്റെ മീൻസ് ആക്ടിവിറ്റി, എക്സ്ചേഞ്ച് നടക്കുക. ഇതൊക്കെ നമ്മൾ പറയും മാർക്കറ്റ് സ്ട്രക്ചറിനെ. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് ഒരറ്റത്തെങ്കിൽ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ് മറ്റേതൊക്കെ. ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ 3 കാറ്റഗറിയാണ്: മോണോപോളിസ്റ്റിക് കോമ്പറ്റീഷനും, ഒളിഗോപോളിയും, മൊണോപോളിയും, ഡിയോപോളിയും ഒക്കെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ പാർട്സ് ആണെന്ന് പറയാം. സോ 4 മെയിൻ പാർട്സ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഒളിഗോപോളി, മൊണോപോളി, മൊണോപോളിസ്റ്റിക് കോമ്പറ്റീഷൻ ഒക്കെയാണ്. അത് പഠിക്കണം. 4 മെയിൻ ടൈപ്സ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ഏതൊക്കെയാണ്? മാർക്കറ്റ് സ്ട്രക്ചറിന്റെ 4 പ്രധാനപ്പെട്ട ടൈപ്പ്, കോമ്പറ്റീഷന്റെ ബേസിസിലും അവർ ഹാൻഡിൽ ചെയ്യുന്ന പ്രോഡക്റ്റ് ഡിഫറൻഷിയേറ്റഡ് ആണോ ഹോമോജനസ് ആണോ എന്നുള്ളതിന്റെ ബേസിസിലും, അവിടുത്തെ മാർക്കറ്റിൽ ഫ്രീ ആയിട്ട് എൻ്റർ ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും, എപ്പോൾ വേണമെങ്കിലും കയറാനും എപ്പോൾ വേണമെങ്കിലും പോകാനും ഇട്ടേച്ച് പോകാനും കമ്പനികൾക്ക്, ഇൻഡസ്ട്രിയിലെ ഫേംസിന് സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതിൻ്റെയൊക്കെ ബേസിസിലൊക്കെയാണ് ഈ കാറ്റഗറൈസേഷൻ വരുന്നത്. അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചറിന്റെ ക്ലാസിഫിക്കേഷന്റെ ബേസിസ് ആണ് പറയുന്നത്. സം ഓഫ് ദ ഫാക്ടേഴ്സ് ദാറ്റ് ഡിറ്റർമൈൻ മാർക്കറ്റ് സ്ട്രക്ചർ ഇൻക്ലൂഡ് ദ നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. വേറൊന്ന് എബിലിറ്റി ടു നെഗോഷിയേറ്റ്, വിലപേശാനുള്ള ക്ഷമതയുള്ള മാർക്കറ്റ് ആണോ, അല്ലെങ്കിൽ ഫിക്സ് ചെയ്തിരിക്കുന്ന പ്രൈസിന് തന്നെ വാങ്ങിച്ചുകൊണ്ട് പോകേണ്ട തരത്തിലുള്ള മാർക്കറ്റ് ആണോ. ഡിഗ്രി ഓഫ് കോൺസെൻട്രേഷൻ, എത്രമാത്രം കോൺസെൻട്രേറ്റഡ് ആണ് മാർക്കറ്റിൽ
എന്നത്, അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഡിഫറൻഷിയേറ്റഡ് പ്രോഡക്ട്സ്, വ്യത്യസ്ത വൈവിധ്യമുള്ള പ്രോഡക്റ്റുകൾ എത്രത്തോളം ഉണ്ട് ഇല്ല എന്നുള്ളത്, മാർക്കറ്റില് ഈസി ആയിട്ട് എൻ്റർ ചെയ്യാനും എക്സിറ്റ് ചെയ്യാനും സാധിക്കുമോ, അതിന്റെ ഈസിനെസ്സും ഡിഫിക്കൽട്ടിയും, ഇതൊക്കെയാണ്, ഈ ഫാക്ടേഴ്സ് ഒക്കെയാണ് മാർക്കറ്റ് സ്ട്രക്ചറിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. മോസ്റ്റ് കോമ്പറ്റീറ്റീവായ മാർക്കറ്റ് സ്ട്രക്ചർ ഏതാണ് എന്ന് ചോദിച്ചാൽ അത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. അവിടെ ഉള്ളത്രയും കോമ്പറ്റീഷൻ, ഇൻഡസ്ട്രിയിലെ ഫേംസ് തമ്മിലുള്ള മത്സരം വേറെ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവുന്നില്ല. ഏറ്റവും ലീസ്റ്റ് കോമ്പറ്റീഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന മാർക്കറ്റ് സ്ട്രക്ചർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് മൊണോപ്പൊളി, അല്ലെങ്കിൽ പ്യുവർ മൊണോപ്പൊളി എന്നാണ് പറയാം. അവിടെ ഒരു സിംഗിൾ സെല്ലർ മാത്രമേ ഉള്ളൂ, അയാളോട് മത്സരിക്കാൻ വേറെ ആരും ഇല്ല. ദി കറക്റ്റ് സീക്വൻസ് ഓഫ് ദ മാർക്കറ്റ് സ്ട്രക്ചർ ഫ്രം മോസ്റ്റ് കോമ്പറ്റീറ്റീവ് ടു ലീസ്റ്റ് കോമ്പറ്റീറ്റീവ് പറയുകയാണെങ്കിൽ എങ്ങനെ പറയാം? ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉള്ളത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ സിറ്റുവേഷൻ, പിന്നെ ഇംപെർഫെക്റ്റിന്റെ കോമ്പറ്റീഷൻ ആണ് ബാക്കിയെല്ലാം. അതായത് ഒളിഗോപോളി ആയാലും ഡിയോപ്പൊളി ആയാലും മൊണോപ്പൊളി ആയാലും ഒക്കെ ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഇനി അടുത്തത് മൊണോപ്പൊളി എന്താണെന്ന് നോക്കാം. മൊണോപ്പൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ കറക്റ്റ് സീക്വൻസ് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ ഫ്രം മോസ്റ്റ് കോമ്പറ്റീഷൻ ടു ലീസ്റ്റ് കോമ്പറ്റീഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ഒരു കാര്യം, ഇവയില് മാർക്കറ്റ് സ്ട്രക്ചറിനെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യുന്നത് പിന്നെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്, അല്ലെ, ഒരു മാനദണ്ഡമുണ്ട്. ആ ക്രൈറ്റീരിയ അല്ലെങ്കിൽ ബേസിസ് ഉണ്ട്. ബേസിസിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് മാർക്കറ്റ് സ്ട്രക്ചറിനെ. അതെന്തൊക്കെയാണ് ആ ബേസിസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. നമ്പർ ആൻഡ് സൈസ് ഓഫ് ഫേംസ്, കൺസ്യൂമേഴ്സ് ഇൻ ദ മാർക്കറ്റ്, ദ ടൈപ്പ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ബീയിങ് ട്രേഡഡ്, ദെൻ ഈസ് ഓഫ് എൻട്രി ആൻഡ് എക്സിറ്റ്, മാർക്കറ്റിൽ പ്രവേശിക്കാനും മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിപ്പോകാനുമുള്ള ഫ്രീഡം, അതിന്റെ ബേസിസിൽ, ദെൻ ഡിഗ്രി ടു വിച്ച് ഇൻഫർമേഷൻ ക്യാൻ ഫ്ലോ ഫ്രീലി, എത്രത്തോളം സ്വതന്ത്രമായി അവിടുത്തെ മാർക്കറ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ബയേഴ്സിനും സെല്ലേഴ്സിനും നന്നായിട്ട് അറിയാം എന്നത്, ഇതിന്റെയൊക്കെ ബേസിസിൽ ആ മാർക്കറ്റിനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാനായിട്ട്, ക്ലാസിഫൈ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിൽ ഏറ്റവും മോസ്റ്റ് കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റ് സ്ട്രക്ചർ ഫോം എന്ന് പറയുന്നത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഈ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്താണ് എന്ന് നോക്കാം. ലൈക്ക് എനി അതർ മാർക്കറ്റ് സ്ട്രക്ചർ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ is defined on the basis of its features. Perfect competition is a market structure in which there is a large number of buyers and sellers. Perfect competition la ഒത്തിരി ബയേഴ്സും ഉണ്ട്, ഒത്തിരി സെല്ലേഴ്സും ഉണ്ട്. They transact homogeneous goods. അവർ ഒരേപോലുള്ള സമാന സ്വഭാവമുള്ള ചരക്കുകളാണ് അവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുക. ഒരു ഫിക്സഡ് പ്രൈസ് മാർക്കറ്റിൽ പറഞ്ഞിട്ടുണ്ടാവും, അറ്റ് എ ഫിക്സഡ് പ്രൈസ് by which is prevailing in the market or prevailing in the industry. ആ പ്രൈസ് മാർക്കറ്റിൽ നിലവിലുള്ള പ്രൈസ് അവർ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇൻഡസ്ട്രിയിലെ എന്ത് പ്രൈസാണ് ആ പ്രൈസിന് അത് ഗുഡ്സ് സർവീസസ് ഓഫർ ചെയ്യാണ്. പക്ഷെ ഹോമോജിനിയസ് ആയിട്ടുള്ള ഗുഡ്സ് ആണ്, സിമിലർ ടൈപ്പ് ഓഫ് ഗുഡ്സ് ആണ് പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഹാൻഡിൽ ചെയ്ത്. അപ്പൊ ഇവിടെ ഓരോ മാർക്കറ്റിലും വ്യത്യാസമുണ്ട് ഹാൻഡിൽ ചെയ്ത ഗുഡ്സ്, ട്രാൻസാക്ട് ചെയ്യുന്ന ഗുഡ്സിന്റെ നേച്ചറിന്. ഇൻഡസ്ട്രി ഈസ് എ ഗ്രൂപ്പ് ഓഫ് ഫേംസ്. അപ്പൊ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറയും. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയിൽ ഡീൽ ചെയ്യുന്ന ഒത്തിരി സ്ഥാപനങ്ങളുണ്ട്. അവരെല്ലാമാണ് ഒരുമിച്ചാണ് നമ്മൾ ആ ഇൻഡസ്ട്രി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അതാണ് അതിന്റെ ഒരു പ്രത്യേകത. The perfect competition is a market structure in which there is large number of buyers and sellers who transact homogeneous similar goods at a price fixed by the market or industry. Industry is a group of firms producing similar goods. സമാനമായ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഫേംസ് ആണ് അവിടെ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞത്. നൗ പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്, ഒത്തിരി പ്രത്യേകതകളുണ്ട്. പൂർണ്ണ മത്സര കമ്പോളത്തിന്, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് സിറ്റുവേഷന്, പൂർണ്ണ മത്സര കമ്പോളത്തിന് ഒത്തിരി ഫീച്ചേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്, പെർഫെക്റ്റ് കോമ്പറ്റീഷന്റെ ഫസ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് വെരി ലാർജ് നമ്പർ ഓഫ് ബയേഴ്സ് ആൻഡ് സെല്ലേഴ്സ്. ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും എണ്ണം വളരെ കൂടുതലാണ്. പിന്നെ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്, there is a very large number of buyers and sellers. ബയേഴ്സിന്റെയും സെല്ലേഴ്സിന്റെയും നമ്പർ വളരെ കൂടുതലാണ്. ഫോർ ഇൻസ്റ്റൻസ്, if a single seller tries to raise the price, ഒരു സിംഗിൾ സെല്ലർ വില ഉയർത്താൻ തീരുമാനിച്ചാലോ, there is a large number of other sellers selling identical products at a lower price. അയാൾക്ക് ഒരിക്കലും അയാളുടെ ഇഷ്ടാനുസരണം മൊണോപോളിസ്റ്റ് ചെയ്യുന്നത് പോലെ, ഒരു കുത്തക കച്ചവടക്കാരൻ ചെയ്യുന്നത് പോലെ
തന്നിഷ്ടപ്രകാരം വിലകൾ ഉയർത്താൻ സാധിക്കില്ല. കാരണം വിലകൾ താഴ്ത്തി വിൽക്കാൻ തയ്യാറുള്ള മറ്റുള്ളവരൊക്കെ വില താഴ്ത്തി തന്നെ വിൽക്കും. അപ്പോൾ അയാളുടെ കസ്റ്റമേഴ്സ് എല്ലാം വില കുറവുള്ള സ്ഥലങ്ങളിലേക്ക് പോകും, അയാളുടെ കസ്റ്റമേഴ്സ് നഷ്ടപ്പെടും. സോ അതുകൊണ്ട് ധാരാളം ബയേഴ്സും സെല്ലേഴ്സും ഉള്ള ഒരു മാർക്കറ്റ് കണ്ടീഷനാണ്. വിലകൾ ഓരോ ഫേമിനും സ്വന്തം ഇഷ്ടപ്രകാരം ഉയർത്താനോ താഴ്ത്താനോ സാധിക്കില്ല. Therefore, the demand for this particular firm decreases. അപ്പോൾ അയാളുടെ കസ്റ്റമേഴ്സ് എല്ലാം പോകുമ്പോൾ അയാളുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കുറയും. അപ്പോൾ അയാൾ ഓട്ടോമാറ്റിക്കലി മറ്റുള്ളവരുടെ പ്രൈസിനോടൊപ്പം, ഇൻഡസ്ട്രി ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രൈസിനോടൊപ്പം സ്വന്തമായിട്ട് ആ പ്രൈസ് ലൈനിലേക്ക് വരാൻ നിർബന്ധിതനാകും. ഏതൊക്കെ സാഹചര്യത്തിലായാലും ശരി, അയാൾ ഇൻഡസ്ട്രി ഓഫർ ചെയ്യുന്ന കോമൺ ആയ പ്രൈസിലേക്ക് തന്നെ എത്തേണ്ടി വരും. അല്ലെങ്കിൽ അയാളുടെ കമ്പനിയിലെ പ്രോഡക്റ്റ് വിറ്റ് പോവില്ല എന്നുള്ള അർത്ഥം. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ലാർജ് നമ്പർ ഓഫ് ബയേഴ്സും ലാർജ് നമ്പർ ഓഫ് സെല്ലേഴ്സും ഉള്ള ഒരു കണ്ടീഷനാണ് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് ഓർത്തിരിക്കുക. പക്ഷെ അവിടെ ഹാൻഡിൽ ചെയ്യുന്ന ഗുഡ്സ് ഹോമോജനസ് പ്രോഡക്റ്റ് ആയിരിക്കും. നമ്മൾ ആ പോയിന്റാണ് അടുത്തായിട്ട് പറയുന്നത്. homogeneous product. The product handled or offered by the different firms in the perfect competition market situation is a kind of a similar type of goods or homogeneous product. Homogeneous product എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും in every respect, so that the buyers do not have any basis to prefer the goods of one seller over the goods of other. ഇയാളുടെ കടയിൽ നിന്ന് മേടിച്ചില്ലെങ്കിൽ അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിക്കാം. ഇത് തന്നെയാണല്ലോ അവിടെയും കിട്ടുന്നത്. ഒരു ഡിഫറൻസും ഇല്ല. പിന്നെ ഇവിടെ നിന്ന് വാങ്ങിക്കുകയോ എവിടെ നിന്ന് വാങ്ങിച്ചാലും ബയേഴ്സിന് ഇതൊരു പ്രശ്നമല്ല. സോ the goods are identical in terms of quality, size, packing and other terms of deal etc. അതായത് ക്വാളിറ്റിയുടെ ബേസിസിലും എല്ലാം ഒന്ന് തന്നെ, സൈസിന്റെ ബേസിസ് നോക്കിയാൽ ഈ കടയിലുള്ളതും അപ്പുറത്തെ കടയിലുള്ളതും ഒരേ സാധനം തന്നെ, പാക്കിങ്ങും ഒരുപോലെ തന്നെ. അപ്പൊ അതുകൊണ്ട് അത് ഇന്ന കടയിൽ നിന്ന് തന്നെ വാങ്ങിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. ദിസ് ഫീച്ചർ എൻഷുവേഴ്സ്, ഇതുകൊണ്ട് എന്താണ് പ്രത്യേകത? ദ യൂണിഫോമിറ്റി ഓഫ് പ്രൈസ് ത്രൂ ഔട്ട് ദ മാർക്കറ്റ്. ഒരേപോലത്തെ ഉൽപ്പന്നം ആകുമ്പോൾ വില മാറ്റി മാറ്റി ഓരോ കടയിലും വിൽക്കാൻ സാധിക്കുമോ? ഇല്ല. പ്രൈസ് എപ്പോഴും എല്ലായിടത്തും ഒരുപോലെ ഇരിക്കും. പ്രൈസ് യൂണിഫോം ആയിരിക്കും. മൂന്നാമത്തെ പ്രത്യേകത, ഫേം ഈസ് എ പ്രൈസ് ടേക്കർ. ഫേം എന്ന് പറയുന്നത് ഒരു പ്രൈസ് ടേക്കറാണ്. ഫേം ഹാസ് ടു സെൽ ദ ഗുഡ്സ് അറ്റ് എ പ്രൈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി ഡിറ്റർമൈൻ ചെയ്യുന്ന പ്രൈസിന് ഫേമിന് വിൽക്കേണ്ടി വരും. ആസ് ദ ഫേം ഹാസ് നോ കൺട്രോൾ ഓവർ ദ പ്രൈസ്. ഫേമിന് പ്രൈസിന്റെ മേലെ യാതൊരു കൺട്രോളും ഇല്ലാത്തത് കൊണ്ട് ദ മാർക്കറ്റ്, ഫേമിന് പ്രൈസ് കൂട്ടാനും പറ്റില്ല കുറയ്ക്കാനും പറ്റില്ല. കാരണം ഒറ്റയ്ക്ക് ഒരാൾ കൂട്ടിയാൽ ബാക്കിയുള്ളവർ ആരും കൂട്ടണം നിർബന്ധമില്ല. അപ്പോഴെന്ത് ചെയ്യുന്നു? അയാളുടെ വില കൂടുതലാണ് കടയിൽ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ മറ്റ് ഫേമുകളിലേക്ക് പോകും എന്നുള്ളതാണ്. അപ്പോൾ അതേസമയം അയാൾ വില താഴ്ത്താനും സാധിക്കില്ല. ഓക്കെ, അപ്പോൾ അയാൾ ഒരാൾ താഴ്ത്തിയത് കൊണ്ട് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. ദ മാർക്കറ്റ് ഓർ ഇൻഡസ്ട്രി ഡിറ്റർമൈൻസ് ദിസ് പ്രൈസ് ഓൺ ദ ബേസിസ് ഓഫ് മാർക്കറ്റ് ഡിമാൻഡ്. മാർക്കറ്റ് ഡിമാൻഡിന്റെ ബേസിസിലാണ് ഫേം പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. തന്നിഷ്ടപ്രകാരം ഒന്നും ചെയ്യാൻ സാധിക്കില്ല പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ. ആൻഡ് മാർക്കറ്റ് സപ്ലൈ ആസ് ഷോൺ ഫിഗർ, നമുക്കിവിടെ ചിത്രത്തിൽ അത് കാണിച്ചിട്ടുണ്ട്. സോ ഇൻഡസ്ട്രി ഇസ് ദ പ്രൈസ് മേക്കർ ആൻഡ് ഫേം ഇസ് ദ പ്രൈസ് ടേക്കർ. ഇൻഡസ്ട്രി ആണ് പ്രൈസ് മേക്കർ. ഫേം, ഇൻഡസ്ട്രി ഏത് പ്രൈസ് ആണ് ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ പ്രൈസ് ആക്സെപ്റ്റ് ചെയ്തിട്ട് ആ പ്രൈസിന് വിൽക്കാനാണ് ഫേമിന് പറ്റുള്ളൂ. സ്വന്തമായിട്ട് പ്രൈസ് ഫിക്സ് ചെയ്യാൻ ഫേമിന് പറ്റില്ല. മൊണോപ്പൊളി പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മൊണോപ്പൊളിയെ പോലെ സാധിക്കില്ല. ഇനി നാലാമത്തെ പ്രത്യേകത, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റ് സിറ്റുവേഷന്റെ ഫോർത്ത് ഫീച്ചർ എന്ന് പറയുന്നത് ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ് ആണ്. എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് മാർക്കറ്റിൽ ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ട് കയറാം, എപ്പോൾ വേണമെങ്കിലും മാർക്കറ്റിൽ നിന്ന് പോവുകയും ചെയ്യാം. ഹി ക്യാൻ ലീവ് ദ മാർക്കറ്റ് അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം. He can enter into the market and also can exit from the market at any point of time. This means that there is no obstruction from anywhere for a new firm to produce the same product. ഒരു പുതിയ പ്രോഡക്റ്റ്, ആ സെയിം പ്രോഡക്റ്റുമായിട്ട് ഒരു പുതിയ കമ്പനിക്ക് മാർക്കറ്റിൽ ഒരു നാളെ ഒരു സുപ്രഭാതത്തിൽ കയറി മാർക്കറ്റിൽ വരുന്നതിന് യാതൊരു തടസ്സവുമില്ല. അത് അവിടെ വെൽക്കം ചെയ്യപ്പെടും. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് ഫേം അതൊക്കെ മാർക്കറ്റിൽ സപ്ലൈ ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു പുതിയ ഫേമിന് സെയിം പ്രോഡക്റ്റുമായിട്ട് മാർക്കറ്റിൽ വരാം. സിമിലർലി ഇഫ് എ ഫേം വിഷസ് ടു എക്സിറ്റ്, ഒരു മാർക്കറ്റ് വളരെ ലാഭമല്ല എന്ന് പറഞ്ഞാൽ ആ പ്രോഡക്റ്റ് ലൈനെ വിട്ടേച്ച് മാർക്കറ്റിൽ നിന്ന് ആ കമ്പനി ഇറങ്ങി പോവുകയാണെങ്കിൽ അവർ അവരുടെ മറ്റ് പ്രോഡക്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ മാർക്കറ്റിൽ നിന്ന് ഫേം ആ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, ആ പർട്ടിക്കുലർ ഗുഡിന്റെ പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ, ഓക്കെ, ദേ ക്യാൻ ഡു ഇറ്റ്, ദേ ക്യാൻ എക്സിറ്റ് ദ മാർക്കറ്റ്.
അതാണ് പറയുന്ന ഫ്രീ എൻട്രി ആൻഡ് എക്സിറ്റ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിന്റെ 4ാമത്തെ ഫീച്ചറാണ് നമ്മളിപ്പോൾ നോക്കിയത്. 5ാമത്തെ ഫീച്ചർ പെർഫെക്റ്റ് നോളജ് ആണ്. അതായത് എന്താണ്, ബയേഴ്സിനും സെല്ലേഴ്സിനും മാർക്കറ്റിനെ കുറിച്ച് നല്ല നോളജ് ആയിരിക്കും. ദിസ് ഫീച്ചർ ഇംപ്ലൈസ് ദാറ്റ് ബോത്ത് സെല്ലേഴ്സ് ആൻഡ് ബയേഴ്സ് ഹാവ് പെർഫെക്റ്റ് നോളജ്.